ശല്യം ഉറങ്ങാനും സമ്മതിക്കൂല. ഒയ്യോ ചേട്ടൻ എന്നെ വെട്ടല്ലേ. ഞാൻ വെട്ടും, നീ പോടി. അനീറ്റ, എന്തോ ഇങ്ങോട്ടൊന്ന് വന്നേ. മുത്തശ്ശി ഞാൻ പോയിട്ട് വരട്ടെ. ആ പോയിട്ട് പോ. ഓ, ഇവിടെ എന്ത് വിശേഷാ മക്കളെ. പിള്ളേർക്കൊന്നും സ്കൂളിലും പോണ്ട, കോളേജിലും പോണ്ട. ഓൺലൈൻ ക്ലാസ് എന്നും പറഞ്ഞ് മുഴുവൻ സമയം മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുവല്ലേ. എന്താ മുത്തശ്ശി വിളിച്ചത്? ആ ഫ്രിഡ്ജിൽ കുറച്ച് ഐസ്ക്രീം ഇരിപ്പുണ്ട്, നീ എടുത്തിട്ട് ബാക്കി ആ പിള്ളേർക്കും കൂടെ കൊടുത്തേരെ. ഓക്കെ മുത്തശ്ശി. ആ പറ, അവിടെ എന്തൊക്കെയാ വിശേഷം? എന്നത്തേക്കാ നീ നാട്ടിലേക്ക് വരുന്നേ? ഇനി വരുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകണം കേട്ടോ. പന്ത്രണ്ട് മണിയായിട്ടും കിരൺ ചേട്ടൻ എണീറ്റില്ലേ? കിരൺ ചേട്ടാ എണീക്ക്. എന്താ സമയം എത്രയെന്ന് അറിയാവോ? എഴുന്നേക്കുന്നേ. ഒന്ന് പോയി എടേനീറ്റ് പോയി നിന്റെ പണി നോക്കിയേ. ആഹാ, അത്രയ്ക്കായോ? എന്നാ ഇനി എണീപ്പിച്ചിട്ടേ ഉള്ളൂ കാര്യം. ഒന്ന് മര്യാദയ്ക്ക് ഉറങ്ങാനും സമ്മതിക്കൂല. എന്ത് കഷ്ടാണിത്. കിരൺ മോനെ, ആ കഴിക്കാൻ വാ. ദാ വരുന്നു. ഗൾഫിൽ നിന്ന് നിന്റെ തന്ത എന്റെ പുത്രൻ വിളിച്ചിരുന്നു. എന്തിയേ? ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന്. എനിക്ക് പറയാൻ പറ്റുമോ? രാത്രി മുഴുവൻ കള്ളും കുടിച്ച് പിള്ളേരുടെ കൂടെ തല്ലിപ്പൊളിച്ച് നടക്കുന്ന കാര്യം. എന്റെ കൊച്ചുമോനായി പോയില്ലേ. അയ്യോ, ഇതൊന്നും പറയലും മുത്തശ്ശി, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ എന്തിനാ അവരോട് പറയുന്നേ? മോൻ കൂടുതൽ അങ്ങോട്ട് സൂഹിപ്പിക്കല്ലേ. പ്ലീസ്, അവരെ വിളിക്കുമ്പോൾ ഒന്നും പറയല്ലേ. ശരി ശരി. ഒന്നും പറയാതിരുന്നാ മതിയായിരുന്നു. ഇപ്പൊ ഇടിച്ചാണേലോ. എടാ, എത്ര തവണ വിളിച്ചു? നിനക്കൊന്ന് ഫോൺ എടുത്തൂടെ? ഞാൻ എത്ര തവണ വിളിക്കണു? ഫോൺ എടുത്ത് നീ എന്താ പറയണേന്ന് എനിക്കറിയാം, അതുകൊണ്ടാ. എടീ, പ്രേമം എന്ന് പറയുന്ന സാധനം എനിക്ക് തീരെ ഇഷ്ടമല്ല. ചെറുപ്പം തൊട്ട് നമ്മൾ ഒന്നും ചേർന്നില്ലടാ. ആ സ്ഥാനത്ത് എനിക്ക് വേറൊരാളെ കാണാൻ വയ്യാത്തോണ്ടാ. ഇഷ്ടപ്പെട്ടു പോയി. നീ ഒന്ന് മനസ്സിലാക്ക്. നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഈ കല്യാണം, കുടുംബം, കുട്ടികളൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഓർക്കുമ്പോൾ തന്നെ ഒരുമാതിരി. ഡീ, നീ കാണാൻ കൊള്ളാവുന്ന ആരെങ്കിലൊക്കെ നോക്ക്. അതാ നിനക്ക് നല്ലത്.
എൻ്റെ തല പെരുത്തിട്ട് ഒരു രക്ഷയില്ല. എടാ നീ എല്ലാം കൂടെ അവന്മാർക്ക് എടുത്ത് കൊടുക്കുമ്പോൾ ഓർക്കണമായിരുന്നു. കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണോ ഇത്? ഡാ ഇവൻ്റെ കാണുമോ? ഏയ് അവൻ ചെറിയ ചെറുക്കനല്ലേടാ. ഹാ, അത് നിനക്ക് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അറിയാൻ മേലഞ്ഞിട്ടാണ്. ഒന്ന് ചെല്ലടാ. ശ്രമിച്ചു നോക്കാം അല്ലേ? ബോസ്, ആ സാധനം ഉണ്ടാവും കുറച്ചെടുക്കാൻ. എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നിയോ? അയ്യോ സോറി. സെറ്റ് ചെയ്ത് എടുക്കാൻ പറഞ്ഞു. എപ്പോഴാണ് അവൻ്റെ എടാ എന്തായടാ? നടക്കൂല, അവൻ കലിപ്പാ. നീ എന്നാ ചെയ്യുന്നു? എടി ഞാൻ ഒരു ഓൺലൈൻ മീറ്റ് ഞാൻ വിളിക്കാൻ ഒന്നെടുത്ത് വെച്ചേടാ അത്. അവൻ്റെ ഒരു പ്രേമം. ഒഴിയളിയാ. പ്രതിഭേ, ഓക്കെ 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 മച്ചാനെ. എന്തേലൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. ആ ഓക്കെ മച്ചാ. ഡാ സാധനം ഉണ്ടോ? ഇല്ലടാ കിട്ടിയില്ലടാ. ഞാൻ എടുക്കാൻ മറന്നതാ. സാധനം ഉണ്ടോ? ഇല്ലടാ. നിൻ്റെ കയ്യിലുണ്ടോ? ഇതിൽ നിന്റെ ഷെയർ ഇല്ല കേട്ടാ. എൻ്റെ പൊന്നിയൊക്കെ നാളെ ഒരെണ്ണം എടുത്താൽ പോരെ? മേടിക്കോ? എടുക്കാന്നേ. ഉറപ്പല്ലേ? ഉറപ്പ്. ഒഴിച്ചു വിട്രാ. എന്നാ കുടി. എടാ നമുക്കൊരിടം വരെ പോയാലോ? എങ്ങോട്ടാ? അതൊക്കെ ഉണ്ട്. നീ വരുന്നാ? ഓ ഞാനെങ്കില്ല. ഒന്ന് പോടാപ്പാ. നിന്നെ ആരാ കൊണ്ടുപോണത്? ഞാനിന്നലെ ഒരു സൂപ്പർ ആൻറ്റിയെ പരിചയപ്പെട്ടു. എന്നിട്ട് പേരെന്തോ സരസുന്നോ അങ്ങനെ എന്തോ ആണ്. ഭർത്താവ് പട്ടാളത്തിലാ. എന്നിട്ട് അതൊക്കെ ഉണ്ട്. നീ വരുന്നോ? എന്നാ ഞാനുണ്ട്. എടാ ഞാനും ഉണ്ടോ? എന്നെ കൂടി കൊണ്ടുപോടാ. പോവാം. ആ അളിയാ ഇത് ഞാൻ കൊണ്ടുപോട്ടോ. സൂക്ഷിച്ചപ്പോ നോക്കാട്ടാ. ഓക്കെ ഓക്കെ. വയറസൊക്കെ ഉള്ള കാലാ. എല്ലാ നാരുകളും പോയി. സ്വസ്ഥായിരുന്നു. ഓസിൻ്റെ നന്ദേടാ ഗ്രാമവാസി എത്തേണ്ടി വരും. അളിയാ എല്ലാരെയും പറഞ്ഞിട്ടുണ്ട്. ഒറ്റക്കിരുന്ന് ചാമ്പ്യണല്ലേ. അളിയനറിയോ ഈ സ്ഥലത്തിനൊരു കഥയുണ്ട്. എന്ത് കഥയാ? ഇവിടെ ഒറ്റക്കിരുന്ന് അടിക്കാൻ പാടില്ല. എന്ത് കാര്യം? പണ്ടൊരാളെ മദ്യം വാങ്ങാൻ കാശില്ലാതെ ആത്മഹത്യ ചെയ്ത സ്ഥലം ഇത്. അയാളുടെ പ്രേതം ഇപ്പോഴും മദ്യാസക്തിയിലൂടെ കറങ്ങിടിച്ച് നടക്കുന്നുണ്ട്.
കുറച്ച് എനിക്ക് കൂടി തരുമോ? പ്ലീസ്. അതാണ് ലിബൻ ഇവിടെ മൊത്തം ഇരുട്ടാണല്ലോടാ. സരസു ചേച്ചിക്ക് ഇരുട്ടാടാ ഇഷ്ടം. ആണോ? പിന്നല്ലാതെ പാമ്പ് വല്ലതും ഉണ്ടാവുക എന്തോ. ഒരു പാമ്പ് മറ്റൊരു പാമ്പിനെ ഉപദ്രവിക്കാറില്ലെന്നാണ് പറയാറ്. എന്നാ കുഴപ്പമില്ലടാ. ഇനി ഇണചേരാനെങ്ങാനും വന്നാലോ? നീയേ ചെന്ന് കുനിഞ്ഞു കൊടുക്കണ്ട. എടാ പുള്ളിക്കാരി ബിസിയാന്ന് തോന്നണ്. ആളിയാ ഇത്രയും ദൂരം വന്നത് വെറുതെ ആവോ? എടാ എന്നാ നമുക്കിന്ന് പോയിട്ട് നാളെ വന്നാലോ? എന്താ ഇതെന്താടി ഫോട്ടോ തിരിച്ചു വെച്ചിരിക്കുന്നേ? ചേട്ടൻ പാവല്ലേ? നിന്റെ ചേട്ടൻ ഇപ്പൊ പഴയ പോലെ യുദ്ധമൊക്കെ ഉണ്ടോടി? ആ ചേട്ടൻ ഇപ്പോഴും യുദ്ധത്തിലാ. ആണോ? ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധമായാൽ മതിയായിരുന്നു. എന്താ? അല്ല, യുദ്ധത്തിൽ നിന്റെ ചേട്ടന് ഒരു പരിക്കും പറ്റരുതേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ആ ആ നിങ്ങൾ വെക്കോ, ഞാനില്ല. ഞാനിത് എന്തായാലും കണ്ടിട്ടേ വന്നുള്ളൂ. കാണാനെങ്കിലും പറ്റിയാ മതിയായിരുന്നു. ഇവനത് അവിടെ പോന്നു. എന്തായാലും വന്നല്ലേ, ഇത് എവിടെ ഒരു പൂ നമുക്ക് നോക്കാം. എൻ്റെ അമ്മേ, അയ്യോ എന്തൊരു ചൂട്. നോക്കിയേ, ഇത് നമ്മുടെ ശശിയമ്മാൻ്റെ ചായ ഇല്ലേ? ആടാ ശരിയാടാ, ഇത് ശശിയമ്മാവന്റെ ചായല്ല, ഇത് ശശിയമ്മാവൻ തന്നെ. വാതലടച്ച് കിടന്നു, ഇല്ലെങ്കിൽ നിന്റെ യുദ്ധം വിളക്കുന്നിടം വരെ തീരത്തില്ല. ശശിമോഹനാള് കൊള്ളാലോ. കഴിഞ്ഞ ദിവസേ അയൽവക്കത്തെ അശ്വതിക്ക് ഒരു ലേഖനം കൊടുത്തു. ഇനി എന്തൊരു ഉപദേശാർന്നടാ. നീ എന്ത് ലേഖനം കൊടുത്തേ? മുത്തുച്ചീപ്പി ചക്കരെ പോട്ടെ. ഈ നാട്ടിലുള്ള മൊത്തം പിള്ളേരും എന്തു പറ്റി? യുദ്ധം തീർന്നിട്ടില്ല സരസു. പുണ്യാളാ, എൻ്റെ പിള്ളേരെ കാത്തോളണേ. അനിത, എന്തോ? നിന്റെ അമ്മ വിളിക്കുന്ന ചെല്ല്.
പ്രതി അശ്ലീല വീഡിയോകൾക്ക് അടിമയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ അയൽവാസികളുടെ കടുത്ത പ്രതിഷേധമാണ് ഉണ്ടായത്. വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട 5 വയസ്സുകാരി അതിക്രൂര പീഡനത്തിനാണ് ഇരയായത്. കുഞ്ഞിനെ 1 വർഷത്തിലധികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് അയൽവാസിയായ അർജുൻ സമ്മതിച്ചു. ഹലോ മക്കളെ. ആ ആൻറ്റി ആയിരുന്നോ? എന്തോ ആൻറ്റി? അങ്ങോട്ട് ഇറങ്ങണമെന്നൊക്കെ തോന്നുന്നുണ്ട് ആൻറ്റി. എന്ത് ചെയ്ത് സമയം കിട്ടത്തില്ല. ഇവിടുത്തെ തിരക്ക് എന്നാ ആൻറ്റിക്ക് അറിയാമല്ലോ. മോനെ, ഞാൻ വിളിച്ചതേ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. എന്തോ ആൻറ്റി? എനിക്കത് പറയാൻ നീയേ ഉള്ളൂ. എന്തോ വെച്ചാ പറ ആൻറ്റി. അവൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇതുപോലുള്ള ഓരോ കേസ് കാണുമ്പോഴും മനസ്സിലൊരു പ്രാർത്ഥനയുള്ളൂ, ഇതുപോലൊന്നും നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കരുതേ എന്ന്. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ടൊന്ന് വരാം ആൻറ്റി. ഇപ്പം വേണ്ട, ഞാൻ ഒന്നുകൂടൊന്ന് ആലോചിക്കട്ടെ. ഹലോ, കട്ടായിപ്പോലോ. ശേ, വളർത്തിയ പോലെയല്ല അവൻ വളർന്നത്. അവന്റെ അമ്മയേക്കാൾ അവൻ എന്റെ നെഞ്ചിലെ ചൂടിലല്ലേ ഉറങ്ങിയിരുന്നത്. ഞാനല്ലേ അവന് ജീവിത പാഠങ്ങൾ ആദ്യം പകർന്നു നൽകിയത്. പിന്നെ എങ്ങനെയാണ് അവനിങ്ങനെ മാറാൻ കഴിഞ്ഞത്? എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്?